ഒഡീഷയിലെ പൂരിയിലെ ഒരു വീടിൻ്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് അലറി വിളിക്കുന്നു. കഴിഞ്ഞ 19-ാം തീയതി ആണ് ഈ സംഭവം. ശനിയാഴ്ച പുരിയിലെ ബാലങ്ക എന്ന സ്ഥലത്താണ് ഈ സംഭവം. അവിടെ സേനാധിപതി എന്നയാളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി വാതിൽ തട്ടിയിട്ട് അലറി വിളിക്കുകയാണ്. അയാൾ വാതിൽ തുറന്ന് നോക്കിയപ്പം പെൺകുട്ടി നിന്ന് കത്തുകയാണ്. അയാളും ഭാര്യയെ പെട്ടെന്ന് വിളിച്ചു. ആ വീട്ടിലുണ്ടായിരുന്ന കൊച്ചിൻ്റെ ദേഹത്തെ തീ കെടുത്തി. അതിനുശേഷം ആ കുട്ടിയെ അവിടെ കിടത്തി. അതിന് കുടിക്കാൻ വെള്ളം കൊടുത്തു. ഏകദേശം 70-75% ദേഹത്ത് പൊള്ളലേറ്റിട്ടുണ്ട് കുട്ടിക്ക്. ആ വീട്ടിലെ മറ്റ് സ്ത്രീകളും അയലൊക്കത്തുള്ളവരെല്ലാം വന്ന് കുട്ടികളെ ഡ്രസ്സ് മാറ്റി, മുഴുവൻ കത്തിയിരിക്കുന്നു. അതിനുശേഷം കുട്ടിയെ അവിടെ പോലീസിൽ അറിയിച്ച് പോലീസ് പെട്ടെന്ന് അഡ്മിറ്റാക്കി. ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടിയെ തീ കത്തിച്ച് കൊല്ലാൻ ശ്രമിച്ച 3 പേരാണ് എന്ന വാർത്തയാണ് ഇപ്പം വരുന്നത്. പെൺകുട്ടിയെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹി എയിംസിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നാണ് വാർത്തകൾ ഇപ്പം വരുന്നത്. ഒഡീഷയിലെ പൂരിയിലെ 3 അക്രമികളാണ് ഈ കൃത്യം ചെയ്തത്. പെൺകുട്ടി അവരെ ഈ പുരിയിലെ ബാലങ്കയിലെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നു. സുഹൃത്തിനെ കണ്ടു പോകാൻ നേരത്ത് മോട്ടോർ സൈക്കിളിൽ തല മുഴുവൻ കവർ ചെയ്ത് മുഖം കവർ ചെയ്ത് 3 പേര് വന്നു. പെൺകുട്ടിയെ ബലമായിട്ട് മോട്ടോർ സൈക്കിളിൽ പിടിച്ച് കയറ്റി. അതിനുശേഷം പെൺകുട്ടിയും കൊണ്ട് അവർ അവിടെ നിന്ന് മോട്ടോർ സൈക്കിളിൽ കയറ്റി ഓടിച്ചു പോയി. ഇത് രാവിലെ ഒരു 8-8:30 മണിക്കാണ് ഈ സംഭവം. പെൺകുട്ടി തൻ്റെ സുഹൃത്തിനെ കാണാൻ വന്നത് 8 മണിക്ക് തന്നെ. സേനാധിപതിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഒരു കത്തുന്ന ഒരു പെൺകുട്ടി, ദേഹം മുഴുവൻ കത്തിപ്പടരുന്നത്. എന്തായാലും ഈ സംഭവം പുരിയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞു. 3 പേര് ആരാണെന്ന് പെൺകുട്ടിക്ക് അറിയില്ല. പെൺകുട്ടിയെ അവർ ബലമായിട്ട് മോട്ടോർ സൈക്കിളിൽ കയറ്റി ഭാർഗവി നദീതീരത്തെത്തിച്ചു. ആ നദീതീരത്ത് വെച്ച് പെൺകുട്ടിയുടെ ദേഹത്ത് എന്തോ അവർ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ആ പെൺകുട്ടി അവിടുന്ന് ഓടി ഈ വീടിൻ്റെ ഇവിടെ വന്ന് അഭയം തേടി. ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് അറിയില്ല. പെൺകുട്ടി പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയപ്പം പെൺകുട്ടിയുടെ കൈകൾ അവർ പിടിച്ച് കെട്ടിയിരുന്നു. എന്നാൽ സേനാധിപതി പറയുന്നത് തൻ്റെ മുമ്പിൽ വീട്ടിൽ വന്നപ്പം പെൺകുട്ടിയുടെ കൈയും കാലും ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഡ്രസ്സ് മുഴുവൻ കത്തുന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഏതായാലും പെൺകുട്ടിയെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹി എയിംസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എയിംസിൽ ഇപ്പം പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ ICUക്ക് അവിടെ കിടക്കുകയാണ്. ഗുരുതരമാണ് അവസ്ഥ. 75% 80% പെൺകുട്ടിക്ക് പൊള്ളലേറ്റിട്ടുകൊണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ആൾക്കാർ ആരാണെന്ന് അറിയില്ല എന്ന് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ അടുത്ത്. പക്ഷേ പെൺകുട്ടി ഒരു ആൺ സുഹൃത്തിനെ കാണാൻ കണ്ട ശേഷമാണ് ഇവർ 3 പേരും ബൈക്കിൽ കൊണ്ടുപോയത്. പെൺകുട്ടിയെ പീഡിപ്പിക്കാനാണോ എന്തുദ്ദേശത്തിലാണ്, ആൺ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളാണോ കൊണ്ടുപോയതെന്ന് അറിയില്ല. അതോ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയതാണോ, പിന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു, പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ദുക്ഷിശ്യാം DGP VB ഖുറാനി ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോയവരെ പറ്റി യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഡൽഹിയിലെ നേരത്തെ നമുക്കറിയാം, ഡൽഹിയിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുകയും അവരെ പിന്നീട് കൊന്ന് കത്തിച്ചു കളയുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ ഒഡീഷയിലെ പുരിയിലുണ്ടായത്. ബാലങ്കയിലെ ആ സ്ഥലത്തെ സേനാധിപതി എന്നയാളുടെ വീട്ടിൽ അലറി ഓടിയെത്തുന്ന പെൺകുട്ടിയെ
കണ്ടിട്ട് അയാൾക്ക് ഇന്നും അയാൾ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ആ കാര്യങ്ങൾ പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുകയാണ്. ഒരു മനുഷ്യ ശരീരം വെച്ചുകൊട്ടി നിന്ന് കത്തുന്നത് അയാൾ ആദ്യം കാണുകയാണ് ജീവിതത്തിൽ. അതിൻ്റെ ആ ജീവൻ രക്ഷപ്പെടുത്താനുള്ള അലർച്ച, നിലവിളി, കരച്ചിലൊക്കെ അയാളുടെ മനസ്സിൽ കൂടെ എപ്പോഴും പോവുകയാണ്. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ വീടിൻ്റെ മുമ്പിൽ വാതിലിൽ വന്ന് മുട്ടിയ ആൾ ഇതുപോലൊരു അപകടാവസ്ഥയിലാണ്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയാൾ അന്തം വിട്ടുപോയി, ഭയപ്പെട്ടു പോയി. ഭാര്യയെ ഉടനെ വിളിച്ചിട്ട് പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള നടപടിയെടുത്തു. അതിനുശേഷം അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് അതിന് ആവശ്യമായ തുണികളൊക്കെ കൊടുത്തു. ഇത് വടക്കേ ഇന്ത്യയിലെ പല സ്ഥലത്തും ഇതുപോലെ പെൺകുട്ടികൾക്ക് ഇതേ അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്താണ് ഇങ്ങനെ ക്രൂരമായി ഒരു കൊച്ചു പെൺകുട്ടികളുടെ അടുത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും ഇങ്ങനെയുള്ള ആൾക്കാരും പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുവേ എല്ലാ സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. മനുഷ്യൻ്റെ ആധുനിക ജീവിതത്തിലേക്കുള്ള അവരുടെ ജീവിത രീതിയിൽ അവർ കൂടുതൽ വയലൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ മിക്കവാറും ഭക്ഷ്യവസ്തുക്കൾ തന്നെയായിരിക്കാം. അത് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പൈതൃകമൊക്കെ നേരത്തെ കൂടുതലും ഇന്ത്യക്കാർ വെജിറ്റേറിയൻ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പതുക്കെ നമ്മൾ നോൺ വെജിറ്റേറിയനിലേക്ക് വന്നു. ആധുനികമായ നമ്മുടെ ജീവിത രീതി അനുസരിച്ച് വയലൻസിൻ്റെ ചിന്തയിലേക്ക് മനുഷ്യൻ എടുത്തുചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. കാരണം അവർക്ക് മറ്റുള്ളവരെ പറ്റി കരുതലില്ല, മറ്റുള്ളവരെ പറ്റി ബോധമില്ല. അത് സ്വന്തം മക്കളായാലും ശരി, വന്നു ചേരുന്ന മക്കളായാലും ശരി, അവരോടൊന്നും വലിയ അഫക്ഷനില്ല. ഇപ്പോഴത്തെ തലമുറ അതിൽ നിന്നെല്ലാം മാറി സഞ്ചരിക്കുന്ന അവസ്ഥയാണ്. അതാണ് ഈ ഒരു പെൺകുട്ടിക്കുണ്ടായ നിന്ന് കത്തുന്ന മനുഷ്യ ശരീരത്തെ കാണുകയാണ് സേനാധിപതി. അയാൾക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല. അയാൾ ആ കാര്യം പറയുമ്പോൾ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ ആ കുട്ടി ജീവൻ മരണ പോരാട്ടത്തിലാണ്. ICUവിൽ കിടക്കുകയാണ്. 75-80% അതിന് പൊള്ളലേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ട് മാത്രമാണ് തോന്നുന്നത്.